ഹായ് എസ്.എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കുറേ കാണുന്നൊരു കാര്യമുണ്ട്. ഗേൾസ് കൂടുതലും ഇഷ്ടപ്പെടുന്നത് ബാഡ് ബോയ്സിനെയാണ്. ബാഡ് ബോയ്സ് ഗുഡ് ബോയ്സ് അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഞാൻ ഒരിക്കലും തരംതിരിച്ച് പറയുന്നതല്ല. എങ്കിലും നമ്മൾ ബാഡ് ബോയ്സ് എന്ന് വിചാരിക്കുന്ന കുറച്ച് ആളുകളെയാണ് പെൺകുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ സൊസൈറ്റിയിലെ ആളുകൾ പറയില്ലേ, ആ ചെക്കനെ കൊണ്ടൊരു കാര്യമില്ല, അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ, ചെക്കൻ ശരിയല്ല എന്നൊക്കെ പറയില്ലേ. പക്ഷേ അവൻ്റെ പുറകെ കുറേ പെൺകുട്ടികൾ നടക്കണ്ടായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് പെൺകുട്ടികളെ ഇത്തരത്തിൽ ബാഡ് ബോയ്സിനെ ഇഷ്ടപ്പെടുന്നത് എന്നറിയാനായിട്ട് കുറേ പേർക്ക് താല്പര്യമുണ്ട്. അതായത് ഗുഡ് ബോയ്സിന് താല്പര്യമുണ്ട്. ഈ ഗുഡ് ബോയ്സിനേക്കാളും ഒരു പടി മുന്നിൽ ഇവർക്കൊരു അട്രാക്ഷൻ ഉണ്ടാകുന്നത് ബാഡ് ബോയ്സിനോട് തന്നെയാണ്. സോ അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് മുഴുവനായിട്ടൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ബാഡ് ബോയ്സിന് നല്ലൊരു പേഴ്സൺ ഉണ്ടായിരിക്കേണ്ട ഒരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവർക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും, ഭയങ്കര കോൺഫിഡൻസ് ഇവർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഗുഡ് ബോയ്സിനെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് കോൺഫിഡൻസ് കുറച്ച് കുറവാണ്. കാരണം ഇവർക്ക് എപ്പോഴും മനസ്സിലൊരു ചിന്ത ഉണ്ടായിരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും, അത് ചെയ്താൽ ശരിയാവോ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിപ്പോൾ അവൾക്ക് ഓക്കെ ആയിരിക്കുമോ, പ്രശ്നമാവോ, ഈ രീതിയിലൊരു ചിന്ത ഉള്ളതുകൊണ്ട് തന്നെ ഇവര് ഭയങ്കര ഒരു കോൺഫിഡൻറ്റ് ലെവൽ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ബാഡ് ബോയ്സ് അങ്ങനെയല്ല, ഇവർക്കൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കോൺഫിഡൻറ്റ് ലെവൽ എന്ന് പറയുന്നത് ഹൈ ലെവലായിരിക്കും. കോൺഫിഡൻസ് ഉള്ളവരെയാണ് പെൺകുട്ടികളാണെങ്കിലും ആരായാലും ഇഷ്ടപ്പെടുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗുഡ് ബോയ്സിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് സമയമെടുക്കും. അതായത് ഇവർക്ക് അവരുടെ ഉള്ളിലുള്ള സ്നേഹം എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയില്ല. ഇവർക്ക് പേടിയാണ്, ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകുമോ, ആൾക്കത് ഓക്കെ ആകുമോ, ഇങ്ങനെ ഒരു പേടിയുള്ളത് കൊണ്ട് തന്നെ ഫുള്ളായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. സോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് സ്നേഹം കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. എല്ലാ സമയവും കാലമൊക്കെ നോക്കിയിട്ടാണ് ഇവർ അവരുടെ ഇഷ്ടം എക്സ്പ്രസ് ചെയ്യുക. ബട്ട് ബാഡ് ബോയ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോൾ സമയം കിട്ടുന്നു അപ്പോൾ അവരുടെ എക്സ്പ്രസ് ചെയ്യും. അങ്ങനെയാണ്. അതായത് ഇപ്പോൾ ഇവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുകയാണെന്ന് വിചാരിച്ചോ, ഇപ്പോൾ റോഡ് സൈഡിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ തന്നെ ആളുകളുണ്ടോ പ്രശ്നമല്ല, ജസ്റ്റ് കൈ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഇവർ നിൽക്കും എന്നുള്ളതാണ്. അതായത് ഇവർക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ ഇവർ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കും എന്നുള്ളതാണ്. സോ പെൺകുട്ടികൾ എപ്പോഴും ആഗ്രഹിക്കുക പ്രകടമായിട്ട് തന്നെ സ്നേഹം കിട്ടണം എന്നാണല്ലോ. അതുകൊണ്ട് ഇവിടെ ഒരുപടി മുകളിൽ ഇഷ്ടം കൂടാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി മൂന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത്, പെൺകുട്ടികൾക്ക് എക്സൈറ്റ്മെന്റ് ഭയങ്കര ഇഷ്ടമാണ്. അത് ആൺകുട്ടികൾ കൊടുക്കുന്നുണ്ട്. അതായത് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി റിലേഷൻഷിപ്പിൽ ഉണ്ടാകണം എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഗുഡ് ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പുറത്തിറങ്ങുമ്പോൾ പറയും, ഞാനൊന്ന് പുറത്തേക്ക് പോകാട്ടോ, ഫ്രണ്ട്സിനോട് പോകാട്ടോ, അത് ചെയ്യാനട്ടോ, ഇത് ചെയ്യാനട്ടോ, എല്ലാ സമയത്തും കറക്റ്റായിട്ട് ആ ഒരു കാര്യങ്ങൾ ഫുള്ളായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും എന്നുള്ളതാണ്. സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് അങ്ങനെ അയച്ചു കൊടുക്കും, പറഞ്ഞു കൊടുക്കും, ഞാൻ അവിടെയാണ് ഇവിടെയാണ് അതാ ചെയ്യുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ ബാഡ് ബോയ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പെട്ടെന്ന് വിളിക്കുന്ന സമയത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു സ്ഥലത്താന്ന് പറയുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കുറച്ച് സമയം കഴിഞ്ഞ് വിളിക്കുമ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാണ്, ഇത് എന്താ ഇപ്പോൾ ഇത്, ആളെക്കുറിച്ചൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞുള്ള ലൈഫുകൾ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്നതും അത്തരത്തിലുള്ള ക്യൂരിയോസിറ്റിയും എക്സൈറ്റ്മെന്റുമാണ്. ഇപ്പോൾ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അവർ വരിക, സർപ്രൈസുകൾ തരിക, ഇതൊക്കെ ബാഡ് ബോയ്സിൽ കാണാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എക്സൈറ്റ്മെന്റിനെയും പെൺകുട്ടികൾ ഒരുപാട് ഇഷ്ടപ്പെടാറുണ്ട്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഗുഡ് ബോയ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹം നേടണമെന്ന് ആഗ്രഹിക്കും, ഹൃദയം നേടണമെന്ന് ആഗ്രഹിക്കും. അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയോട് ഭയങ്കര നല്ലവനായിട്ട് നിൽക്കും. അവരുടെ റിയൽ ക്യാരക്ടർ ആവില്ല ചിലപ്പോൾ കാണിക്കുന്നുണ്ടാവുക, ഏറ്റവും നല്ലൊരു പേഴ്സൺ എന്നുള്ള രീതിയിൽ കാണിക്കാൻ ശ്രമിക്കും. അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രാധാന്യമൊന്നും ചിലപ്പോൾ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിക്ക് കൊടുത്തൊന്നും വരില്ല. അതായത് ചിലപ്പോൾ എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ കോൾ എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ വിളിക്കുകയാണ്, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർക്കൊരു ഫ്രീഡം ഇല്ലാത്തതുപോലെ ഫീൽ ചെയ്യും. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഗുഡ് ബോയ്സ് ആയിട്ടുള്ള പയ്യന്മാർ എപ്പോഴും അവരുടെ പാർട്ട്ണറെ വിളിക്കുന്നു, സംസാരിക്കുന്നു, വേറൊരു കാര്യം ഇല്ലാത്ത രീതിയിൽ അവർ ഭയങ്കര ഫ്രീ ആയിട്ടുള്ള രീതിയിലൊക്കെ പെരുമാറുന്ന സമയത്ത് പെൺകുട്ടികൾക്ക് ആദ്യം അത് ഇഷ്ടമായിരിക്കും. പക്ഷെ പതിയെ അവർക്കത് ഭയങ്കരമുള്ള മടുപ്പായിട്ട് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ബാഡ് ബോയ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും വിളിച്ച് സംസാരിക്കാനുള്ള സമയമൊന്നും അവർക്ക് ഉണ്ടാവില്ല. കാരണം ഇവർ ഫുള്ള് ബിസി ലൈഫാണ്. പക്ഷെ ആ വിളിക്കുന്ന സമയം അത്രയും നല്ലൊരു ക്വാണ്ടിറ്റി ടൈം ആയിരിക്കും എന്നുള്ളതാണ്. നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതായത് അവരെങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് പെൺകുട്ടികൾ, ആ രീതിയിൽ അവരെ കെയർ ചെയ്യും, സ്നേഹിക്കും ഒക്കെ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ച് ഇഷ്ടം കൂടുതലാണ് ഈ ഒരു ബാഡ് ബോയ്സിന് അടുത്ത് തോന്നാറുള്ളത്. ഇവർക്ക് കുറച്ചുകൂടി വാല്യൂ കിട്ടുന്നുണ്ട് എന്നൊരു തോന്നലൊക്കെ വരും എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ ഗുഡ് ബോയ്സ് ആണെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, അതായത് ഇവരുടെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട്, ഹൃദയം കിട്ടാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ കെഞ്ചുന്ന പോലെ പുറകെ പോകുന്ന പോലെയൊക്കെ ആയിരിക്കും. പക്ഷെ ബാഡ് ബോയ്സ് അങ്ങനെയല്ല.
അവരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ളത് അവർ ഓപ്പൺ ആയിട്ട് പറയും. അവരെങ്ങനെയാണോ റിയൽ ക്യാരക്ടർ അത് അവർ അതേ രീതിയിൽ പുറത്ത് കാണിക്കും. പക്ഷെ അതാണ് പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഇതൊക്കെയാണ് സാധാരണ നമ്മൾ കാണുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, പെൺകുട്ടികൾ കൂടുതലായിട്ടും ബാഡ് ബോയ്സിലേക്ക് അട്രാക്ട് ആവുന്നതിന്റെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് ഈ ഒരു സംശയം വേണ്ട. ഇപ്പൊ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും, ഇപ്പൊ ഞാനിങ്ങനെ ഒരു ഗുഡ് ബോയ് നടന്നിട്ട് എന്താണ് കാര്യം, ഒരു ബാഡ് ബോയ് ആവുന്നല്ലേ നല്ലതെന്നുള്ളത്. നമ്മൾ ഗുഡ് ബോയ് ആണോ ബാഡ് ബോയ് ആണോ എന്നുള്ളതിലൊന്നും അല്ല കാര്യം, നമ്മളെങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിലാണ്. അപ്പോൾ ബാഡ് ബോയ്സ് പറയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. അവരെങ്ങനെയാണ് അവരുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നു. അവർ സ്നേഹിക്കുന്ന ആളെയും കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുക്കുന്നു. ആ പ്രയോറിറ്റി നമ്മൾ നൽകുന്നുണ്ട് എന്നുള്ളത് ആ പെൺകുട്ടിക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അവർ പെരുമാറുന്നുണ്ടാവുക. അപ്പൊ പെൺകുട്ടികൾക്ക് വേണ്ടത് അതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഗുഡ് ബോയ് ആണെങ്കിലും ബാഡ് ബോയ് ആണെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കാം. ആ രീതിയിൽ സ്നേഹിച്ചാൽ മതി. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, എന്തുകൊണ്ട് പെൺകുട്ടികൾ ബാഡ് ബോയ്സിൽ അട്രാക്റ്റഡ് ആവുന്നു എന്നുള്ളതിന്റെ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് കമന്റ് ബോക്സിലും ഒന്ന് ചോദിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്